ഹലോ മച്ചമാരെ, എല്ലാവർക്കും നമസ്കാരം. പലതരത്തിലുള്ള പുലികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ യഥാർത്ഥ പുലികളെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? വേഗത്തിന്റെ രാജാവായ ചീറ്റപ്പുലികളും മുതലയ്യവരെ പിടിക്കാൻ ഭയമില്ലാത്ത ജാഗ്വാറുകളും തന്നേക്കാൾ വലിയ ഇരയെ പിടിച്ച് മരത്തിന് മുകളിലേക്ക് വലിച്ചു കയറ്റാൻ കെൽപ്പുള്ള ലെപ്പേഡുകളും അടങ്ങിയതാണ് ഈ പറയുന്ന പുലികൾ. എന്നാൽ ഈ മൂന്ന് മൃഗങ്ങളും തമ്മിൽ കാര്യമായ ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് വേണം പറയാൻ. അതൊന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിലെ ജാഗ്വാറുകളും ലെപ്പേഡുകളും പന്തേര എന്ന ഒരു ജനുസിൽപ്പെടുന്നവയാണ്. സിംഹവും കടുവയും എല്ലാം ഈ ജനുസിൽപ്പെടുന്നവയാണ്. എന്നാൽ ചീറ്റ അസ്നോനിക്കിസ് എന്ന ഒരു ജനുസിൽപ്പെട്ടവയാണ്. കണ്ടാൽ ഒരുപോലെ തോന്നുന്നവയാണെങ്കിലും വ്യത്യാസങ്ങൾ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇവയുടെ ഇരപിടിക്കുന്ന രീതി മുതൽ വിഹരിക്കുന്ന സ്ഥലം പോലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വലിയ തുറസായ പുൽമേടുകളിലാണ് ചീറ്റകൾ വേട്ടയാടുന്നത്. ലെപ്പേഡുകളാണെങ്കിൽ മരങ്ങളും പുൽമേടുകളും കൂടിച്ചേരുന്ന സ്ഥലത്തും. അതിന് പ്രധാന കാരണം ഇവയ്ക്ക് ഹൈഡായിരിക്കാൻ പറ്റിയ മരങ്ങളുണ്ട് എന്നത് തന്നെയാണ്. എന്നാൽ ജാഗ്വാറുകൾ വളരെ ഇടതൂർന്ന വനങ്ങളിലാണ് കാണപ്പെടുന്നത്. താമസിക്കാൻ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നതിന്റെ പ്രധാന കാരണം ഇവയുടെ ഇരപിടിക്കുന്ന രീതി തന്നെയാണ്. ചീറ്റകളാണെങ്കിൽ പുൽമേടുകളിൽ വളരെ സ്പീഡിൽ ഓടി ഇരയെ ഓടിച്ചിട്ട് പിടിച്ചാണ് ഭക്ഷണമാക്കുന്നത്. ലെപ്പേഡുകൾ ഓടിച്ചിട്ടും പതിയിരുന്നും ഇരയെ ഭക്ഷണമാക്കുന്നു. എന്നാൽ ജാഗ്വാറുകളാണെങ്കിൽ വളരെ പതിയിരുന്ന് സമയമെടുത്താണ് ഓരോ ഇരയെയും പിടിക്കുന്നത്. ഓരോ ഇരയുടെയും കഴുത്തിൽ കടിച്ചാണ് ചീറ്റയും ലെപ്പേഡും ആ ഇരയെ കൊല്ലുന്നത്. എന്നാൽ ജാഗ്വാറുകൾ ഇതിൽ നിന്നും വ്യത്യസ്തരാണ്. അവർ തലയോട്ടിൽ തന്നെ കയറി കടിക്കുന്നു. തലയോട്ടി തകർത്താണ് ആ ഇരയെ കൊല്ലുക. ഇങ്ങനെ തലയോട്ടി പോലും ഈസിയായി തകർക്കാൻ കഴിയുന്ന ബൈറ്റ് ഫോഴ്സ് ആണ് ജാഗ്വാറിനുള്ളത്. ചീറ്റയ്ക്ക് 500 PSIയും ലെപ്പേഡിന് 310 PSIയുമാണ് ബൈറ്റ് ഫോഴ്സ്. എന്നാൽ ജാഗ്വാറുകൾക്ക് ഇത് ഏകദേശം 1500 PSI ആണ്. ചീറ്റയുടേതിനേക്കാൾ ഏകദേശം 3 ഇരട്ടി വരും ഇത്. ഇനി ഇവയെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. ചീറ്റകളാണെങ്കിൽ മെലിഞ്ഞ് കാല് നീളമുള്ളവയാണ്. ചെറിയ തലയാണ് ഇവയ്ക്കുള്ളത്. കൂടാതെ ഇവയുടെ 2 കണ്ണിൽ നിന്നും കണ്ണുനീർ ഒലിച്ചിറങ്ങും പോലെ 2 കറുത്ത വരകൾ താഴോട്ടുണ്ട്. ശരീരത്തിലെ പുള്ളികളിലുമുണ്ട് വ്യത്യാസം. മഞ്ഞ കലർന്ന ശരീരത്തിൽ ചെറിയ കറുത്ത പുള്ളികളാണ് കാണപ്പെടുന്നത്. ഇനി ലെപ്പേഡിനെ നോക്കാം. ചീറ്റകളെക്കാളും തടിച്ച ശരീരമാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ തലയും കുറച്ച് വലുതാണ്. ചീറ്റ ഇതിനേക്കാട്ടിലും വലിയ പുള്ളികളാണ് ഇവയുടെ ശരീരത്തിലുണ്ടാവുക. ഏതോ ചെറിയ മൃഗത്തിന്റെ കാൽപാദം പോലെയാണ് ഇത് നമുക്ക് തോന്നുക. ഇനി ജാഗ്വാറിനെ നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു ബൾക്കി ശരീരമാണ് ഇവയ്ക്കുള്ളത്. മറ്റു രണ്ടുപേരെയും അപേക്ഷിച്ച് വലിയ തലയാണ് ഇവയ്ക്കുള്ളത്. മറ്റുള്ള മൃഗങ്ങളെക്കാട്ടിലും വലിയ പുള്ളികളാണ് ഇവയുടെ ശരീരത്തിൽ കാണുന്നത്. അതിനു പുറമെ മറ്റു 2 മൃഗങ്ങളും നടക്കുന്നത് ശരീരത്തിന് മുകളിലേക്ക് തലപിടിച്ചായിരിക്കും. എന്നാൽ ജാഗ്വാറുകൾ നടക്കുന്നത് ശരീരം താഴേക്ക് മണ്ണിനോട് അടുപ്പിച്ച് തലപിടിച്ചായിരിക്കും. ഇതിലെ ചീറ്റകൾ മനുഷ്യനുമായി വളരെ നന്നായി ഇണങ്ങുന്നവയാണ്. എന്നാൽ ലെപ്പേഡുകളും ജാഗ്വാറുകളും മനുഷ്യന്റെ സ്മെല്ല് കിട്ടിയാൽ തന്നെ അവിടെ നിന്ന് മാറിപ്പോകും. അങ്ങനെ അറിയാതെ പെട്ടെന്ന് തന്നെ മുന്നിൽപ്പെടുന്ന മനുഷ്യരെയാണ് ഇവ അറ്റാക്ക് ചെയ്യുന്നതും. ഇനി ഈ ബ്രീഡുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.